ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. ചായയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതൊന്നാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മൾ ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. ഒരുപാട് കനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. കീടകൾ അതുപോലുള്ള അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഫ്രഷായിട്ട് വെള്ളത്തിൽ നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1/2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ചില്ലി സോസ് 1 ടീസ്പൂൺ, അതുപോലെ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കൂടിപ്പോയാൽ ബാറ്റർ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ശരിയാവില്ല. ഇതുപോലെ ഈ കഷ്ണത്തിൻ്റെ മീതെ പറ്റിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലവർ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ബാറ്റർ പറ്റിപ്പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കൈ കൊണ്ട് ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഫ്ലവർ എടുത്ത് നമുക്കിതിലേക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അടുത്തടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വയ്ക്കുക. ഒരു സൈഡായി കഴിഞ്ഞാൽ മറ്റേ പുറം മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ എല്ലാ ഫ്ലവറും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അവസാനത്തെ ട്രിപ്പാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ ഫ്രൈ ചൂടോടുകൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.